സൊല്യൂഷൻസ്. മക്കളെ, നാളെ നമ്മൾ മലയാളം ഫസ്റ്റ് എക്സാം എഴുതാനായി പോവുകയാണ് അല്ലെ. നമ്മുടെ SSLC പബ്ലിക് എക്സാമിൽ ആദ്യത്തെ എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ വെറും 15 മിനിറ്റിനുള്ളിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. 3 പാഠഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിനുള്ളിൽ ഉള്ളത്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ പോലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു 3 പാഠഭാഗങ്ങളും എന്റെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും. അത് മിസ്സിന്റെ വാക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ആദ്യത്തെ പാഠഭാഗം അതിൽ ഏതാണ്? കഥകൾ അതിമോഹനം. എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള കഥകൾ അതിമോഹനമാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം. എഴുത്തച്ഛനെ കുറിച്ച് 2 വരി നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. പ്രാചീന കവിത്രയത്തിലെ ഒരു അംഗമാണ് എഴുത്തച്ഛൻ. അതുപോലെ തന്നെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകൻ എന്നിങ്ങനെയുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷണങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ് ഈ ഒരു പാഠഭാഗം? കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗരവപ്പടയെ ആദ്യം നയിച്ചിരുന്നത് ആരായിരുന്നു? ഭീഷ്മാചാര്യരായിരുന്നു അല്ലെ. കൗരവപ്പടയുടെ സേനാപതിയായിരുന്നത് ആരാണ്? ഭീഷ്മാചാര്യരായിരുന്നു. എന്നാൽ 10ാം ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ഭീഷ്മാചാര്യർ മരിച്ചു വീഴുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ് അല്ലെ. അദ്ദേഹം എപ്പോഴാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മരണം തേടിയെത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ശരശയ്യയിലാവുകയാണ് അല്ലെ. അപ്പോൾ 10ാം നാൾ അദ്ദേഹം ശരശയ്യയിലായതിനു ശേഷം ദുര്യോധന മഹാരാജാവ് എന്ത് ചിന്തിക്കുന്നു? കൗരവപടയുടെ അടുത്ത സേനാപതിയായി ആരെ നിയോഗിക്കാം എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം. ആ ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം തോന്നിയ പേര് ആരുടേതായിരുന്നു? ദുര്യോധന മഹാരാജാവിന്റെ ഉറ്റ സുഹൃത്തും അംഗരാജാവും വില്ലാളി വീരനുമായിരുന്ന കർണനെ അടുത്ത സേനാപതിയായി നിയോഗിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു വിവരം കർണനെ അറിയിക്കാനായിട്ട് അദ്ദേഹം കർണന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ ഈ ഒരു വിവരം കേട്ട സമയത്ത് എന്തായിരുന്നു കർണന്റെ മറുപടി? ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ വിശദീകരിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരം പറയാനായി കർണന്റെ അടുത്ത് എത്തിയപ്പോൾ കർണൻ എന്താണ് പറയുന്നത് മക്കളെ? പാഴ്വാക്കുകൾ ഞാൻ നൽകാറില്ല അല്ലെ. പാഴ്വാക്കുകൾ ഞാൻ നൽകാറില്ല. ഇവിടെ വില്ലാളി വീരനായ അല്ലെ മഹാനായ ദ്രോണർ ഉള്ളപ്പോൾ അദ്ദേഹം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ ആള് അല്ലെ. അടുത്ത സേനാപതിയാകാൻ ഏറ്റവും അനുയോജ്യമായ ആള് ആരാണ്? ദ്രോണരാണ്. ദ്രോണർക്ക് ശേഷം സേനാപതിയാകാൻ ഞാൻ തയ്യാറാണ് എന്നാണ് കർണൻ പറയുന്നത്. ദ്രോണരെ അടുത്ത സേനാപതിയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ദുര്യോധന മഹാരാജാവിന് വിഷമിക്കേണ്ടി വരില്ല എന്നുകൂടി കർണൻ പറയുകയാണ് അല്ലെ. ഒരിക്കലും അതൊരു തെറ്റായ തീരുമാനമാവില്ല. മഹാനായ അദ്ദേഹം ഉള്ളപ്പോൾ ഞാനല്ല ഇനി അടുത്ത സേനാപതിയാകേണ്ടത്, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ശേഷം അടുത്ത സേനാപതിയാകാൻ ഞാൻ തയ്യാറാണ് എന്ന് കർണൻ പറയുകയാണ്. രാജാവേ, ദ്രോണർ സേനാപതിയാവുകയാണെങ്കിൽ അങ്ങേക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്ത് ചെയ്തു? ദുര്യോധന മഹാരാജാവിന് സന്തോഷമായി. അഭിമാനിയായ ദുര്യോധനൻ ദ്രോണാചാര്യനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തെ സേനാപതിയാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത പാഠഭാഗമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്നത് ഉണ്ണായി വാര്യർ എഴുതിയിട്ടുള്ള നളചരിതം ആട്ടക്കഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? നളനും ദമയന്തിയും അല്ലെ. ദമയന്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഭയങ്കര അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആര്? ദമയന്തി അല്ലെ. ദേവന്മാരെ പോലും മോഹിപ്പിക്കുന്ന അത്രയും സൗന്ദര്യമുള്ളവളായിരുന്നു, സൗന്ദര്യത്തിന് ഉടമയായിരുന്നു ആര്? ദമയന്തി. ഈ ദമയന്തിയെ കുറിച്ചിട്ടുള്ള വർണ്ണനകളും അവളെ കുറിച്ചിട്ടുള്ള വിശേഷണങ്ങളും എല്ലാം ആരുടെ ചെവിയിലേക്ക് എത്തുകയാണ്? നളന്റെ ചെവിയിലേക്ക് എത്തുകയാണ് അല്ലെ. അങ്ങനെ എത്തുമ്പോൾ നളൻ എന്ത് ചെയ്യുകയോ? ആ ദമയന്തിയെ കാണാനും അവളോട് അനുരാഗം തോന്നുകയും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ നളനെ കുറിച്ച് ആരും കേൾക്കുന്നുണ്ട്? ദമയന്തിയും കേൾക്കുന്നുണ്ട് അല്ലെ. രണ്ടുപേരും എന്താണ്? വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ ഇവർ തമ്മിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടുമുട്ടിയിട്ടില്ല. കേട്ട് കേൾവി അല്ലെ, ആൾക്കാരിൽ നിന്നും കേട്ട് കേൾവി മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരമുള്ളൂ. അപ്പോൾ നളനെ കുറിച്ച് ദമയന്തിയും കേൾക്കുന്നു. ദമയന്തിക്കും നളനെ കാണാനും വിവാഹം ചെയ്യാനുമുള്ള ആഗ്രഹം വരികയാണ്. അങ്ങനെ നളൻ എന്ത് ചെയ്യുന്നു, ദമയന്തിയോടുള്ള അനുരാഗം കാരണം മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കിട്ടാതെ, രാജ്യഭരണത്തിലും രാജ്യത്തിന്റെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കിട്ടാതെ അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന സമയത്ത് ഒരു കാഴ്ച കാണാണ്. എന്താ കാഴ്ച കണ്ടത്? ആ തടാകത്തില് ഒരു മനോഹരമായിട്ടുള്ള അല്ലെ, വളരെ ഭംഗിയുള്ള ഒരു അരയന്നത്തെ കാണുകയാണ്. ആ അരയന്നത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുക അതിനെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് മെല്ലെ മെല്ലെ പോയി ആ അരയന്നത്തിനെ പിടിക്കുക. ആ പിടിക്കുന്ന സമയത്ത് അരയന്നം എന്ത് ചെയ്യുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു അല്ലെ. അപ്പൊ പെട്ടെന്ന് മെല്ലെ പോയിട്ട് ആ ഒരു നളൻ ഹംസത്തിനെ അല്ലെങ്കിൽ അരയന്നത്തിനെ പിടിച്ചപ്പോൾ ഞെട്ടി അത് എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, എൻ്റെ ഭംഗി കാരണം അല്ലെങ്കിൽ എന്നെ എന്തിനാണ് നിങ്ങൾ പിടിക്കുന്നത്? എൻ്റെ ഈ ഭംഗിയുള്ള അതിമനോഹരമായ വിശിഷ്ട സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചിറകിന് വേണ്ടിയാണോ? എല്ലാവരും നോക്കാറുണ്ട് അല്ലെ. ആ ഒരു ഹംസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ വിശിഷ്ടമായ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചിറകുകളായിരുന്നു ആ ഒരു ഹംസത്തിനുണ്ടായിരുന്നു. അപ്പൊ ആരും നോക്കി പോകുന്ന ഒരു ഭംഗിയുണ്ട് ആ ഒരു ഹംസത്തിന്. എല്ലാവർക്കും അതിനോടൊരു മോഹം തോന്നും. അത് പറയുകയാണ്, എൻ്റെ ഈ ഭംഗി, എൻ്റെ ഈ ഒരു കഴിവ് എനിക്ക് തന്നെ വിനാശമാവുകയാണോ, എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുകയാണോ എന്നുള്ളത്. പിന്നീട് അതെന്ത് ചെയ്യാണ്, കരയാൻ തുടങ്ങിയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് കരയാണ്. എന്തിനു വേണ്ടിയിട്ട്? തന്നെ വിട്ടയക്കാൻ പറഞ്ഞിട്ട് അല്ലെ. തന്റെ അച്ഛൻ മരിച്ചു പോയതാണ്, അമ്മ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഭാര്യ എന്ത് ചെയ്യും? ആ ഭാര്യയ്ക്കും വിഷമമാകും. അങ്ങനെ തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിനാകെ മൊത്തം പ്രശ്നമാവും. എന്തിനാണ് രാജാവെ എന്നെ പിടിക്കുന്നത്? എൻ്റെ ഈ ചിറക് കിട്ടിയിട്ട് വേണ്ടല്ലോ അങ്ങേക്ക് ധനികനാവാൻ എന്നൊക്കെ എന്ത് ചെയ്യാണ് ഹംസം കരഞ്ഞുകൊണ്ട് രാജാവിനോട് ചോദിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത്. അതിനുശേഷം നളൻ തിരിച്ചുത്തരം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഹംസമേ, നീ സമാധാനമാവൂ അല്ലെ, നീ ശാന്തനാവൂ. ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ നിന്റെ ഭംഗി കണ്ടപ്പോൾ, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ നിന്നെ ഒന്ന് പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഞാൻ നിന്നെ ഒന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നിനക്ക് എന്തെങ്കിലും ആപത്ത് വരുത്താനോ നിന്നെ അപകടപ്പെടുത്താനോ ഒന്നും എനിക്ക് ഉദ്ദേശമില്ല. നീ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളൂ എന്ന് പറയുകയാണ് ആര്? നമ്മുടെ നളൻ. ഈ ഒരു ഭാഗമാണ് ഹംസം നളനോട് സംസാരിക്കുന്നതും നളൻ ഹംസത്തോട് സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. പ്രകാശ് രാജ്, നമ്മുടെ സിനിമാ താരമായിട്ടുള്ള അല്ലെ, സിനിമാ നടനായിട്ടുള്ള പ്രകാശ് രാജ് എഴുതിയിട്ടുള്ളതാണ് എന്ത്? മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുള്ളത് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നതും തന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രകാശ് രാജിന്റെ ഭാര്യ എന്താണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ മാതൃഭാഷ ഏതാണ്? തമിഴ് തന്നെയാണ്. ഒരു ദിവസം 5 വയസ്സുള്ള മകളെയും കൊണ്ട് പ്രകാശ് രാജ് എന്ത് ചെയ്യുകയായിരുന്നു? പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയി. മകളേനെ എന്ത് ചെയ്തു? പച്ചക്കറി വാങ്ങാനായിട്ട് ഏൽപ്പിക്കുകയാണ്. എന്നാൽ മകൾ എന്താണ്? ആ പച്ചക്കറി കടയിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീക്ക് എന്തില്ല? വിദ്യാഭ്യാസം ഒന്നും ഇല്ല അല്ലെ. അപ്പോ ആ ഒരു സ്ത്രീയോട് മകൾ എന്ത് ചെയ്യുന്നു? പച്ചക്കറിയുടെ പേരുകളൊക്കെ ഇംഗ്ലീഷിൽ പറയുകയും എന്നാൽ ആ നിൽക്കുന്ന കച്ചവട സ്ത്രീക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഒരു സ്ത്രീക്ക് എന്ത് മനസ്സിലാവുന്നില്ല? ഈ കുട്ടി പറയുന്ന ഇംഗ്ലീഷ് കാര്യങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഗതിയില്ലാതെ പെൺകുട്ടി എന്ത് ചെയ്യാണ്? ഓരോന്നും ഇങ്ങനെ തൊട്ടു നോക്കി അല്ലെങ്കിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറയുകയാണ് അല്ലെ, ഇത് വേണം, അത് വേണം, അത് വേണം എന്നുള്ള കാര്യം. കാരണം എന്താണ്? ആ പെൺകുട്ടിക്ക് തമിഴിൽ സംസാരിക്കാനായിട്ട് അറിയില്ല. പെൺകുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ പ്രകാശ് രാജിന്റെ ഭാര്യ എന്തായിരുന്നു? ആ പെൺകുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിച്ചിരുന്നത് അല്ലെ. അതുപോലെ തന്നെ മാതൃഭാഷ പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ വായിക്കാനോ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല? പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല, അതൊരു കുറവാണ് എന്നുള്ള രീതിയിലായിരുന്നു പ്രകാശ് രാജിന്റെ ഭാര്യ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോൾ, ഈ ഒരു സംഭവം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശ് രാജിന് മാതൃഭാഷ പഠിക്കേണ്ടതും എഴുതാൻ അറിയേണ്ടതും സംസാരിക്കാൻ അറിയേണ്ടതിൻ്റെതേ എല്ലാം പ്രാധാന്യം മനസ്സിലാവുകയും ആ ഒരു അനുഭവമാണ് അദ്ദേഹം ഈ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള 3 പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും അടിപൊളിയായി
ആയിട്ട് പഠിക്കുക മക്കളെ. എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് വായിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായി വായിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു PDF കംപ്ലീറ്റ് ആയിട്ടിരുന്ന് വായിച്ചാലും മതി. നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ്.